ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ ജാതി അധിക്ഷേപത്തിൽ നടപടി. മേലുദ്യോഗസ്ഥർക്കെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തു. ബീന റാണി ചേരുന്ന വിവരങ്ങളുമായി. ബീന, വിവരങ്ങൾ എന്താണ്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ മേലുദ്യോഗസ്ഥർ കീഴ് ജീവനക്കാരെ ജാതീയമായി അപമാനിച്ചു എന്നതാണ് പരാതി. ഈ മേലുദ്യോഗസ്ഥർക്കെതിരെ ഈ പരാതിയെ തുടർന്ന് കൊച്ചി സെൻട്രൽ പോലീസ് കഴിഞ്ഞ ഡിസംബറിൽ കേസെടുത്തിരുന്നു. എന്നാൽ ഈ പരാതി പോയതിന് പുറമെ പരാതിക്കാരനെതിരെ ആഭ്യന്തര നടപടി എടുത്തതോടെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഈ മേലുദ്യോഗസ്ഥരായ റീജിയണൽ ഓഫീസ് DGM നിതീഷ് കുമാർ സിൻഹ, AGM കാശ്മീർ സിംഗ് എന്നിവർക്കെതിരെ സെൻട്രൽ പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റാനുള്ള നടപടികളും അതുപോലെ ഇദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടികളും എടുക്കുന്ന ഒരു സാഹചര്യം വരികയായിരുന്നു. അതായത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഇത്തരത്തിൽ കീഴ് ജീവനക്കാരോട് മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കേരളത്തിലുള്ള ബ്രാഞ്ചുകളിൽ മിക്കവാറും ഉത്തരേന്ത്യക്കാരാണ് മേലുദ്യോഗസ്ഥന്മാരായി ഇപ്പോൾ നിലവിലുള്ളത്. ഇവർ കീഴ് ജീവനക്കാരെ കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും സ്വർണ്ണപ്പണയം എടുക്കാനും മറ്റും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ ജോലികൾ ഇവരെ ഏൽപ്പിക്കുകയും ജാതീയമായി, അതായത് ഈ പരാതി നൽകിയ VB വിഷ്ണു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹത്തെ നീച്ച ആത്മീ തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ നിരന്തരമായി അധിക്ഷേപിക്കുകയും ഒപ്പം ദേഹോപദ്രവം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം പരാതി നൽകുന്നത്. തുടർന്നാണ് ഇദ്ദേഹത്തിന് ആഭ്യന്തര തലത്തിൽ ഇദ്ദേഹത്തിനെതിരെ വീണ്ടും നടപടിയെടുക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ ബാങ്കിംഗ് സംഘടനകൾ എറണാകുളം പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കീഴ് ജീവനക്കാർക്കെതിരെ മോശമായി പെരുമാറുന്നു എന്ന പരാതി നേരത്തെയും ഉയർന്നു വന്നിട്ടുണ്ട്. കൂടുതൽ ജോലി നൽകുകയും ഇവരെ AGMന്റെ റൂമിന് പുറത്ത് ഇവരെ നിർത്തുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വളരെ മോശമായി അവരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെയായി നേരത്തെയും പരാതി വന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ശരി ബീന.